ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ജപമാലയുടെ ദുഃഖകരമായ രഹസ്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ധ്യാനാത്മകമായി ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുകയുണ്ടായി: ക്ലേശപൂരിതമായ വിശുദ്ധ നാട് സന്ദർശനത്തെക്കാളും ഒരു വർഷക്കാലത്തെ തുടർച്ചയായ ഉപവാസത്തെക്കാളും കൂടുതൽ രക്ഷാകരവും ഫലദായകവുമാണ് ക്രിസ്തുവിൻ്റെ പീഡകൾ ധ്യാനിച്ചുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തുന്നത്. സെറാഫിക് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബൊനവെഞ്ചർ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് ദീപരക്ഷകന്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനത്തോളം ഫലദായകമായ മറ്റൊരു ഭക്താനുഷ്ഠാനവുമില്ല. വിശുദ്ധ ജോൺ രണ്ടാം മാർപ്പാപ്പ റൊസാരിയം വെർജിനിസ് മരിയ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ 13ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: രക്ഷാകര സംഭവങ്ങളുടെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയുള്ള സ്മരണ തൻ്റെ ജീവിതവും മരണവും പുനരുദ്ധാനവും ആകുന്ന രഹസ്യങ്ങൾ വഴി യേശു നേടിത്തന്ന വരപ്രസാദത്തിലേക്കുള്ള കവാടമാണ്. ജപമാല ധ്യാനിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള അടിസ്ഥാന പ്രബോധനത്തിൽ നിലനിന്നുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് ജപമാല അർപ്പിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദുഃഖകരമായ രഹസ്യങ്ങൾ എന്ന വാക്ക് ഗത്സമേൻ മുതൽ കുരിശിലെ മരണം വരെ യേശു സഹിച്ച അതിദാരുണമായ പീഡകളെ മുഴുവനും സംഗ്രഹിക്കുന്നൊരു വാക്കാണ് ദുഃഖകരമായ രഹസ്യങ്ങൾ. ദുഃഖകരം എന്ന വിശേഷണം പ്രത്യേകം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും സഹനത്തിൻ്റെയും ആഴമാണ്. പരിശുദ്ധ കന്യകാമറിയവും അതേ സഹനത്തിൽ പങ്കാളിയായി എന്നതും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്നാമത്തെ ദുഃഖരഹസ്യം ഗത്സമനിലെ ഈശോയുടെ പ്രാർത്ഥനയാണ്. ലൂക്കാസ് വിശേഷകൻ അതിപ്രകാരമാണ് അവതരിപ്പിക്കുന്നത്: അവൻ അവരിൽ നിന്ന് ഏകദേശം ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തേത് നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ വേദനയിലാണ്ട് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പീഡാസഹനവും കുരിശുമരണവും പിതാവിൻ്റെ തിരുവിഷ്ടമാണെന്ന് മുൻപ് തന്നെ യേശുവിന് അറിയാമായിരുന്നു. എങ്കിലും മനുഷ്യപ്രകൃതിയുടെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് അത് മാറിക്കിട്ടണമേ എന്ന് ഈശോ ആഗ്രഹിച്ചു പോയെങ്കിലും ആ ആഗ്രഹത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പിതാവിൻ്റെ തിരുവിഷ്ടമാണെന്ന് ഈശോ മനസ്സിലാക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ്റെ സാന്നിധ്യവും ദൂതൻ ആവശ്യപ്പെട്ടതും. അപ്പോൾ ഈശോ ചെയ്യുന്നത് അതുവരെ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയായി പ്രാർത്ഥിക്കുന്നു കാണിക്കാൻ വേണ്ടി സുവിശേഷൻ പറയുന്നത് അവൻ പ്രാണവേദനയിലാണ്ട് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും.
ഈ വരുന്ന ആഗതമാകുന്ന പീഡാനുഭവവും ആ കുരിശുമരണവും സ്വീകരിക്കാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ടും അതിനുള്ള പിതാവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടുമാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അന്ത്യത്താഴത്തിൽ വെച്ച് തന്നെ ഈശോ തൻ്റെ ആത്മബലി അർപ്പണം തീരുമാനമെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങളുടെ പാപമോചന ചിന്തപ്പെടുന്ന എൻ്റെ രക്തം ഇതാ വാങ്ങി സ്വീകരിക്കുക എന്ന് അന്ത്യത്താഴത്തിൽ പറയുമ്പോൾ ഈശോ 100% തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട് മനുഷ്യകുലത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി പീഡയേറ്റ് മരിക്കുവാൻ. ആ തീരുമാനം ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് സ്വതന്ത്ര മനസ്സോടെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന വേദനകളെല്ലാം ഒന്നിച്ച് തൻ്റെ ആത്മാവിൽ കർത്താവ് അനുഭവിച്ചതുകൊണ്ടാണ് അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറിയത്. അവിടുത്തെ വേദനയുടെ ആധിക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യത്തിൽ പ്രത്യേകം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ആത്മാവ് തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാനോ ഊഹിച്ചെടുക്കാനോ ഒരിക്കലും സാധിക്കാത്തത്ര അപാരമായ ആന്തരിക വേദനയാണ് കർത്താവ് അപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയേക്കാൾ അധികമായ വേദനയാണ് നമ്മൾ മനസ്സിൽ അനുഭവിക്കുന്നത്. മാനസികമായ വേദന ശരീരത്തേക്കാൾ ഉയർന്നതാണ് മാനസിക വേദന. ശരീരത്തിൻ്റെ വേദനയേക്കാൾ ഉയർന്നത് മാനസിക വേദന. മനസ്സിൻ്റെ വേദനയേക്കാൾ അപാരമാവണ്ണം ഉയർന്നതാണ് ആത്മാവിൻ്റെ ദുഃഖം. ഈശോ ആ ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയിലാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ആത്മാവ് തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു. അതിനുശേഷം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. ജപമാലയിലെ ദുഃഖരഹസ്യങ്ങളുടെ 1-ാം രഹസ്യം നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ ഈശോയുടെ വികാരനിർഭരമായ ഈ അപേക്ഷ നമ്മൾ സ്വീകരിക്കുകയാണ്. അതിദാരുണമായ ആന്തരിക വ്യഥയിൽ മരണത്തോളം എത്തിയിരിക്കുന്ന യേശുവിൻ്റെ ഒപ്പം നമ്മളും ആയിരിക്കുകയാണ്, അവിടുത്തെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട്. അതോടൊപ്പം നമ്മൾക്കറിയാം, പരിശുദ്ധ ദൈവമാതാവ് ആ സമയത്ത് അനുഭവിച്ച വേദന നമുക്ക് ആർക്കും ഒരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അത്ര വലിയ ദുഃഖമാണ്. യേശുവിൻ്റെ വേദനയിൽ അതേപടി മാതാവ് പങ്കുചേരുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും വേദനയും ദുഃഖവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം നാം പ്രത്യേകം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അതിനാൽ ദുഃഖത്തിൻ്റെ 1-ാം രഹസ്യം നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിത്യരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാപിച്ചു തരാൻ വേണ്ടി നമുക്ക് വേണ്ടി സ്നേഹത്തോടെ പീഡാനുഭവവും കുരിശുമരണവും ഏറ്റെടുക്കുന്ന യേശുവിനെയും അവിടുത്തെ ആ അത്യധികമായ സ്നേഹത്തിൽ ഉദാരതയോടെ പങ്കുചേരുന്ന പരിശുദ്ധ മറിയത്തെയും ആത്മനാ കണ്ടുകൊണ്ടാണ് നാം ഈ ദീപരഹസ്യത്തിലെ വാചിക പ്രാർത്ഥനകളെല്ലാം ഉരുവിടേണ്ടത്. അതിൻ്റെ ഫലമായി കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് ഈ ദീപരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കടന്നു വരാനായിട്ടാകും.
ദുഃഖത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം നമുക്ക് പരിചയത്തിനായിട്ട് എടുക്കാം. അത് ചമ്മട്ടിയടിയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പാപക്കറ ഏൽക്കാത്ത ശരീരം സ്വീകരിച്ച് യേശു മനുഷ്യ അവതാരം ചെയ്തത് ആ നിർമ്മല ശരീരത്തിൽ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് അവിടുത്തെ തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പീഡാനുഭവത്തെ പറ്റിയുള്ള 3 പ്രവചനങ്ങളിൽ അവസാനത്തെ പ്രവചനത്തിൽ ഈശോ എടുത്തു പറയുന്നുണ്ട്, അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചമ്മട്ടി കൊണ്ടടിക്കുകയും വധിക്കുകയും ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അതിന് താൻ സന്നദ്ധനാണ് എന്ന് അവിടുന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. ഈ പീഡാനുഭവ പ്രവചനം ആ സംഭവങ്ങൾക്കെല്ലാം മുമ്പേ നടത്തിക്കൊണ്ട് ചെമ്മട്ടിയടിയുടെ കഠിനമായ വേദന നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതനുഭവിക്കാത്തൊരു വ്യക്തിക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? 129-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തകൻ അത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി. ചെമ്മട്ടിയുടെ തലങ്ങും വിലങ്ങുമുള്ള പ്രഹരമേറ്റ യേശുവിൻ്റെ ശരീരം കൃഷിക്കാർ പാറ പോലെ ഉറച്ചു കിടക്കുന്ന നിലം കാളപൂട്ടി ഉഴുതു കഴിയുമ്പോൾ എങ്ങനെ അത് ആയിത്തീരുന്നോ അതിന് സമാനമാണെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായ സങ്കീർത്തകൻ എഴുതുകയാണ്. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി. സങ്കീർത്തകൻ തന്നെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും ഇതേപ്പറ്റി പറയുന്നുണ്ട്. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. യേശുവിൻ്റെ സുമനസാലയുള്ള ഈ കഠിന വേദന സ്വീകരിച്ചതിൻ്റെ ഫലം എന്താണെന്നാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. ശരീരത്തിൽ പാപം ചെയ്യാതിരിക്കത്തക്ക വിധം യേശുവിൻ്റെ ക്ഷതങ്ങളാൽ അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ അതിപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. രക്ഷ എന്ന വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. എന്നാൽ രക്ഷ എന്ന വാക്കിൻ്റെ പ്രഥമ അർത്ഥം പാപത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ വിടുതൽ എന്നാണ്. യേശുവിൻ്റെ ജന്മവാർത്ത, മംഗളവാർത്ത യോസേപ്പിന് നൽകുമ്പോൾ മാലാഹ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവളൊരു പുത്രനെ പ്രസവിക്കുന്ന, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ യേശയ്യ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ ഇതെല്ലാം സംഭവിക്കുന്നതിന് 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുമ്പോൾ ഈശോയുടെ പരിപാവനമായ ശരീരം തല്ലി തകർക്കപ്പെട്ടതിൻ്റെ ഫലം സകല മനുഷ്യർക്കും
ശരീരത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി എന്ന് തന്നെയാണ്. അതിനാൽ ഈ ദീപരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ചമ്മട്ടിയടിയേറ്റ് പൊളയുന്ന യേശുവിനെയും ആ വേദന മുഴുവനും ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്ന പരിശുദ്ധ കന്യകയെയും നമ്മൾ ആത്മനാ സമീപിച്ചുകൊണ്ട് ആണ് ഓരോ നന്മ നിറഞ്ഞ മറിയവും നാം ഉരുവിടുന്നത്. അപ്പോൾ നാം എന്താണ് പ്രാർത്ഥിക്കുന്നത്? ആത്മശരീര ശുദ്ധത ജീവിതകാലം മുഴുവനും പാലിക്കാൻ കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകം മുഴുവനും ജഡത്തിൻ്റെ ആസക്തിക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സകല മനുഷ്യരെയും ഈ വലിയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് സമർപ്പിക്കണം. ജ്ഞാനസ്നാനം വഴി നമ്മൾ ഓരോരുത്തരും മാമോദിസായുടെ കൃപാവരം വഴി പ്രത്യേകിച്ച് നമ്മുടെ ശരീരങ്ങൾ ദേവാലയമാക്കപ്പെട്ടു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ നിത്യമായി വസിക്കുന്നു. അതുകൂടാതെ മനുഷ്യ അവതാരം ദൈവപുത്രൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ ആ ശരീരമെടുത്തത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കുള്ള ഉപകരണമായിട്ടായിരുന്നു എന്നതിനാൽ തന്നെ ശിരസ്സായ അവിടുത്തെ അവയവങ്ങളായ നമ്മളുടെ ഈ ശരീരങ്ങൾ രക്ഷയ്ക്കുള്ള ഉപകരണമാകണം. നമ്മുടെയും മറ്റുള്ളവരും രക്ഷയ്ക്ക്. ഈ പ്രത്യേകമായ ഒരു ബോധ്യത്തോടെയാണ് ദുഃഖകരം രണ്ടാം രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തെ ദുഃഖകരമായ രഹസ്യം മുൾക്കിരീടധാരണവും പടയാളികളുടെ പരിഹാസവുമാണ്. ചമ്മട്ടിയടി മൂലമുണ്ടായ അവർണ്ണനീയങ്ങളായ പീഡനങ്ങൾ പോരാഞ്ഞിട്ടെന്നവണ്ണം ആണ് പടയാളികൾ വീണ്ടും അവിടുത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നിന്ദ്യവും കിരാതവുമായ പീഡനമുറകൾ സ്വീകരിക്കുന്നത്. അതേപ്പറ്റി സുവിശേഷ വിവരണം മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വാക്യങ്ങളിൽ നമുക്ക് ശ്രവിക്കാം. അനന്തരം പടയാളികൾ അവനെ അകത്തളത്തിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യദളത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. അവർ അവനെ ധൂമ്ര വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവനെ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ധൂമ്ര വസ്ത്രം അഴിച്ചു മാറ്റുകയും സ്വന്തം വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി. മർക്കോസ് എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ പീഡനം കർത്താവിനെ ഏൽപ്പിക്കുന്നതിനൊരുക്കമായി സൈന്യദളത്തെ മുഴുവനും പ്രത്തോറിയത്തിൽ ഒരുമിച്ച് കൂട്ടി എന്നാണ്. സൈന്യദളം 600ഓളം പട്ടാളക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. ഇത്രയേറെ പേരുടെ സാന്നിധ്യം എന്തിനാണ് ഉറപ്പുവരുത്തിയത്? കർത്താവിനെ പ്രഹരിക്കാൻ ചുരുക്കം ഏതാനും പടയാളികൾ മതി. ഇത്രയേറെ പട്ടാളക്കാരുടെ സാന്നിധ്യത്തിൽ വെച്ച് കർത്താവിനെ പരസ്യമായി അവഹേളിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്രകാരം ഒരുക്കങ്ങളെല്ലാം നടത്തിയതെന്ന് വ്യക്തമാണ്. വലിയ ഒരു സമൂഹത്തിന് മുമ്പിൽ അവർ കർത്താവിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അപഹസിക്കുകയും
അവിടുത്തെ തിരുമുഖത്ത് തുപ്പി എന്ന് മത്തായി സുവിശേഷനും മർക്കോസ് സുവിശേഷകനും വേദനയോടെ എടുത്തു പറയുന്നു. എത്ര ദുഷ്ടനായ ഒരു മനുഷ്യന്റെ മുഖത്താണെങ്കിൽ പോലും തുപ്പാൻ ആരും മുതിരുകയില്ല. തുടർന്ന് മത്തായിയും മർക്കോസും പറയുകയാണ്, ഞാങ്ങണ കൊണ്ട് അവർ കർത്താവിൻ്റെ ശിരസിൽ അടിച്ചു. ശരീരത്തിൽ എവിടെ അടികൊള്ളുന്നതിനേക്കാളും രൂക്ഷമായ വേദനയായിരിക്കും ശിരസിൽ അടിയേക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അത് ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പക വീടുകളോളം അവർ കർത്താവിൻ്റെ തലയിൽ അടിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ സുവിശേഷം പ്രത്യേകം പറയുന്നത് പടയാളികൾ കൈകൊണ്ട് കർത്താവിൻ്റെ കരണത്തടിച്ചു എന്നാണ്. ഇവിടെയെല്ലാം യേശുവിൻ്റെ പ്രതികരണമാണ് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 ചോദിക്കുന്ന കർത്താവ് ഇതാ ഈ അനീതി നിറഞ്ഞ പരിഹാസത്തോട് മൗനത്തിലൂടെ മറുപടി പറയുന്നു. ഈ ദിവ്യരഹസ്യത്തിൽ കർത്താവ് അനുഭവിച്ച ശാരീരികമായ പീഡകൾ അതിദാരുണമാണ്. തലയിൽ മുൾക്കിരീടം പതിച്ച ശേഷം അതിൻ്റെ മുള്ളുകൾ തലയ്ക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങത്തക്ക വിധം പടയാളികൾ കാണിച്ച ക്രൂരത, അവിടുത്തെ കരണത്തും തലയിലും പകരിച്ചുകൊണ്ട് കാണിച്ച ആ ദുഷ്ടത, അതുമൂലം കർത്താവിന് ശാരീരിക ക്ലേശങ്ങൾ, അതോടൊപ്പം തന്നെ രാജാതിരാജനായ അവിടുത്തെ ഒരു രാജാവിൻ്റെ വേഷം കെട്ടിച്ച് പരിഹസിച്ചപ്പോൾ അവിടുന്ന് അനുഭവിച്ച ആ എളിമപ്പെടൽ, സ്വയം ശൂന്യവാകലിൻ്റെ ആ പരകോടി, ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈശോയെ മാതാവിനോടും ഒരുപാട് സ്നേഹം തോന്നും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ ഈശോ ഇത് അനുഭവിച്ചതും മാതാവ് അതെല്ലാം ഹൃദയത്തിൽ അനുഭവിച്ചതും എന്നോർത്തുകൊണ്ട് കർത്താവിനോടും പരിശുദ്ധ അമ്മയോടും ശിശുസഹജമായ സ്നേഹത്തോടെ അവരെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദീപരഹസ്യത്തിലെ ഓരോ വാചിക പ്രാർത്ഥനകളും ഉരുവിടുന്നത്. എല്ലാ പാപങ്ങളുടെയും മൂല കാരണമായ അഹങ്കാരത്തിൽ നിന്നുള്ള മോചനത്തിനായി നമ്മൾ ഈ ദീപരഹസ്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആഡംബരങ്ങളുടെയും ധൂർത്തിൻ്റെയും മനുഷ്യരെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന അണിഞ്ഞൊരുങ്ങളുടെയും എല്ലാം അടിമത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി യേശുവിനെ പോലെ വിനീതരും ലാളിത്യ ജീവിതമുള്ളവരുമായി നമ്മൾ മാറാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദീപരഹസ്യത്തിൽ. ദുഃഖകരമായ 4-ാം രഹസ്യം കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്നതാണ്. കുരിശ് വഹിച്ചപ്പോൾ കർത്താവ് 2 തരത്തിലുള്ള പീഡകളാണ് ഏറ്റത്. ഒന്ന് ശാരീരികമായ ദുസ്സഹമായ സഹനമാണ്. പല വ്യക്തികൾ ഒന്നിച്ചു ചേർന്നെടുത്താൽ പൊക്കാൻ സാധിക്കാത്തത്ര ഭാരമുള്ളൊരു മരം, ചമ്മട്ടിയടിയുടെയും മുൾക്കിരീട ധാരണത്തിൻ്റെയും ഫലമായി രക്തം മുഴുവനും വാർന്നൊഴുകിപ്പോയതിനാൽ ശരീരത്തിൻ്റെ കെൽപ്പ് മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥ.
അല്പദൂരമല്ല, 1.5 കിലോമീറ്റർ ദൂരം മുഴുവനും ഈ അതിഭാരമുള്ള കുരിശുമരം ചുമന്നുകൊണ്ടുള്ള യാത്ര. മുന്നോട്ട് പോകാൻ ശാരീരികമായ ശക്തി കെട്ടുപോകുന്നത് കൊണ്ട് കൂടെ കൂടെ കുരിശുമായി നിലത്ത് വീഴുന്ന യേശുവിനെ ദയയുടെയോ കരുണയുടെയോ ഒരിറ്റ് പോലും കാണിക്കാതെ വീണ്ടും ക്രൂരമായി അവിടെയിട്ട് തല്ലിച്ചതയ്ക്കുന്ന പടയാളികൾ. ഈശോ അനുഭവിക്കുന്ന മാനസിക ക്ലേശം ഇതിനേക്കാൾ വലുതാണ്. കാരണം ക്രൂശിക്കപ്പെടാൻ കൊണ്ടുപോകുന്ന സാധാരണ കുറ്റവാളികളെ അവരെന്ത് കുറ്റമാണ് ചെയ്തതെന്നറിയാനും അവരെ പരിഹസിക്കാനും നിന്ദിക്കാനും തന്നെ വഴിനീളെ ആളുകൾ കാത്തു നിൽക്കുക പതിവാണ്. നിരപരാധിരിൽ നിരപരാധിയായ പരമപരിശുദ്ധനായ ദൈവം തന്നെയായ യേശുവാണ് അതിലെ പോകുന്നതെങ്കിലും അവിടുത്തെയും ആ ജനക്കൂട്ടം ഒരു വലിയ കുറ്റവാളിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് അവർ അവിടുത്തെ മുമ്പിൽ കൂക്ക് വിളിക്കുകയാണ്. യേശുവിൽ നിന്ന് വളരെയേറെ ആനുകൂല്യങ്ങൾ പറ്റിയവർ പോലും ഒരു പക്ഷേ ആ കൂട്ടത്തിലുണ്ടാകും എന്നതും നമ്മെ ഏറെ വേദനിപ്പിക്കുകയാണ്. അവരിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് 3 പ്രാവശ്യം ഔദ്യോഗികമായി വിധി പ്രസ്താവിച്ചതാണ് യേശുവിനെ പറ്റി. എങ്കിലും ഏറ്റവും വലിയ കുറ്റവാളിയായി പരിഹസിക്കപ്പെട്ട് കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്ന ആ യാത്രയിൽ പരിശുദ്ധ അമ്മ പ്രത്യേകം സന്നിഹിതയാകുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ യാത്രയിൽ ഈശോയെ ഏറ്റവും അധികം നൊമ്പരപ്പെടുത്തിയത് മാതാവിൻ്റെ അതികഠിനമായ വ്യഥയാണ്. രണ്ടുപേരും കണ്ണുനീർ വാർത്തുകൊണ്ടാണ് പരസ്പരം കാണുന്നതും സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും ഈ സഹനം നമ്മെ നിശ്ചയമായും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കണം. ക്രിസ്തീയ ജീവിതം യഥാവിധി നയിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഒരു കുരിശ് വഹിക്കലാണ്, കുരിശിൻ്റെ വഴിയായുള്ള യാത്രയാണ്. ക്രിസ്തീയ ജീവിതം അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ ഒരു വ്യക്തിക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ അത് ജീവിതം മുഴുവനുമുള്ള ഒരു കുരിശ് വഹിക്കലാണ്. തന്നോട് തന്നെയുള്ള ഒരു സമ്മർദ്ദം അതിനാവശ്യമുണ്ട്. സ്വാഭാവികമായ എല്ലാ പാപമോഹങ്ങളോടും ലോകത്തിൻ്റെ ആകർഷണങ്ങളോടും നോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്രൈസ്തവ ജീവിതം കുരിശെടുക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം അരുളി ചെയ്തത്, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദുഃഖകരമായ 4-ാം രഹസ്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെയും മാതാവിനെയും സമീപിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതാണ്: ലോകത്തെ അനുകരിക്കാതെ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, സഹനങ്ങൾ, അപമാനങ്ങൾ എല്ലാം കർത്താവിനോടും ഉള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദുഃഖകരമായ 5-ാമത്തെ ദിവ്യരഹസ്യം ഈശോ മിശിഹായുടെ കുരിശിലെ മരണമാണ്. ഗത്സമനിൽ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ഈശോ നീണ്ട മണിക്കൂറുകൾ അനുഭവിച്ച സഹനങ്ങൾ വെച്ച് ഏറ്റവും ദുസ്സഹമായതും
കഠിനവുമായത് ഈശോ കുരിശിൽ കിടന്ന് അനുഭവിച്ച മരണവേദനയാണ്. മരണവേദന തന്നെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് മരണവേദന, മരണസമയത്തുണ്ടാകുന്ന വേദന. ഇവിടെ ഈശോ മരണവേദന അനുഭവിക്കുന്നതിന് മുമ്പ് അനേക മണിക്കൂറുകൾ അവർണ്ണനീയമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കുരിശിൽ കിടന്നുകൊണ്ടുള്ള 3 മണിക്കൂർ നീണ്ടു നിന്ന മരണവേദന. കൈകാലുകൾ കുത്തിത്തുളച്ചതിൻ്റെ വേദന നമുക്ക് ആർക്കും മനസ്സിലാവുകയില്ല, അത് അനുഭവിച്ചറിഞ്ഞ യേശുവിനല്ലാതെ. ശരീരം മുഴുവനും ഒറ്റ മുറിവ് ആയാലെന്ന വിധം ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിൽ നിന്ന്, ഓരോ അംശങ്ങളിൽ നിന്നും ഇടമുറിയാതെ ഉയരുന്ന കഠിന വേദന, ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത നിസ്സഹായ അവസ്ഥ. ഈ സമയത്ത് ദൃക്സാക്ഷികളിൽ നിന്ന് ദയയുടെയോ അനുകമ്പയുടെയോ ഒരു നോട്ടം പോലുമില്ല. അതിന് പകരം പരിഹാസങ്ങളും വെല്ലുവിളികളും. ഈശോയുടെ മരണം ചുറ്റും നിന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പ്രപഞ്ചം അത് മനസ്സിലാക്കി. സൃഷ്ടപ്രപഞ്ചം അത് അതിനോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ാം വാക്യത്തിൽ മത്തായി സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ 2ആയി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ ഈ അദാരുണമായ മരണത്തെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന, അവിടുത്തെ ഏറ്റവും അധികം ദ്രോഹിക്കാൻ മുൻകൈയെടുത്ത പട്ടാള മേലുദ്യോഗസ്ഥൻ ശതാധിപന്റെ പ്രതികരണവും സുവിശേഷകനായ മർക്കോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 15:39. അവന് അഭിമുഖമായി നിന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഈശോയുടെ കുരിശുമരണ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് മുൻകൂട്ടി പറയുന്നുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ആകുന്നു, അത് പിതാവായ ദൈവത്തിൻ്റെ അവകാശപ്പെടലാണ്. അങ്ങ് ആരാകുന്നുവെന്ന് മോശ ചോദിച്ചപ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞ വാക്കാണ് ഞാൻ ആകുന്നു. പീഡാനുഭവത്തിന് ഏറെ മുമ്പ് ഈശോ പറയുകയാണ്, യോഹന്നാൻ 8:28, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത് യേശുവിൻ്റെ കുരിശു മരണം അവിടുത്തെ ദൈവത്വത്തിൻ്റെ വലിയ പ്രഖ്യാപനമായിരുന്നു. അത് ശതാധിപന്റെ അധരങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു, ഇവൻ സത്യമായ ദൈവപുത്രനായിരുന്നു. കുരിശൻ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ലൂമൻ ജെൻസിയും തിരുസഭ
അതിൻ്റെ 58-ാം ഖണ്ഡികയിൽ സൂനകദോഷ പിതാക്കന്മാർ ഏകസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഭാഗ്യവതിയായ മറിയം വിശ്വാസത്തിൽ തീർത്ഥാടനത്തിൽ മുന്നേറുകയും തനിക്ക് പുത്രനോടുള്ള ഐക്യം കുരിശ് വരെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. തൻ്റെ ഏകജാതനോടുകൂടെ തീവ്രമായി വേദനിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ സഹകരിച്ചു. താൻ ജനിപ്പിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കാൻ സ്നേഹസമന്വിതം അവൾ സമ്മതം നൽകി. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെ ധ്യാനിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. അതിനാൽ ദുഃഖകരമായ 5-ാം രഹസ്യം ധ്യാനിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം കുരിശിൻ ചുവട്ടിലേക്ക് നമുക്കും പോകാം. ആത്മന യേശുവിനെയും മാതാവിനെയും സമീപിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സഹനത്തിൻ്റെ അത്യുച്ചി വരെയും സ്വീകരിച്ച് ഏറ്റെടുത്ത ഈശോയെ സ്നേഹിച്ചുകൊണ്ടും അതിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ മറിയത്തെ സ്നേഹിച്ചുകൊണ്ടും ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നിത്യമായ സമഗ്രമായ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടിയാണ്, മോചനത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്ക് സ്വീകരിക്കും.